ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ വന്നത് സൽമേനെ കാണാനാണ്. സൽമക്ക് പറ്റിയ നല്ല ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. റോഡ് സൈഡാണ് കേട്ടോ വീട്. അപ്പോൾ വണ്ടീൻ്റെ നല്ല സൗണ്ടൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ സൽമക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഡൗൺ സിൻഡ്രോമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ്. ചെറിയ ബുദ്ധിപരമായ പക്വത കുറവ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സൽമേൻ്റെ ഉമ്മ വീൽ ചെയറിലാണ്, ഉപ്പ ഗൾഫിലാണ്. അപ്പോൾ സൽമേൻ്റെ ഉമ്മാമക്ക്, അതായത് ഉമ്മാൻ്റെ ഉമ്മാക്ക് ഓല് 2 മക്കളാണ്. സൽമാൻ്റെ ഉമ്മയും പിന്നെ ഒരു ആങ്ങളെയാണ്. ആങ്ങളയ്ക്കും ചെറിയ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ രണ്ടാളും അപ്പുറം ഇപ്പുറം ആയിട്ട് 2 വീടുകളാണ് കേട്ടോ. അതായത് സൽമാൻ്റെ വീടും സൽമാൻ്റെ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ വീടും അടുത്തടുത്താണ് എന്ന്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ മാക്സിമം കൂടെ വെക്കണം, എത്രയും പെട്ടെന്ന് നമുക്ക് അവളുടെ കല്യാണം നടത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാളുടെയും വീട്. ഇതാണ് സൽമാൻ്റെ വീട്. അസ്സലാമലൈക്കും. ഇത് സൽമാൻ്റെ ഉമ്മയാണ് കേട്ടോ. എന്തൊക്കെയാ വിശേഷം? സുഖമല്ലേ? അതെ, സൽമ. ഹായ്, ഇതാണ് കേട്ടോ സൽമ. സുഖമല്ലേ? ഇത് ഉമ്മാമയാണ്. പിന്നെ എന്നാൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ? ഉമ്മ, നിങ്ങൾ ആദ്യം വീൽ ചെയറിലായിരുന്നോ? ഇല്ല, ഞാൻ പിന്നെ എല്ലായിടത്തും യാത്രയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ ഞാൻ ബസ്സിലാണ് പോയത്. പിന്നെ ക്രമേണ എനിക്ക് ജന്മനാലുള്ള അസ്ഥിവൈകല്യമാണ്. അപ്പം ക്രമേണ പ്രായം കൂടി വന്നപ്പോൾ ബുദ്ധിമുട്ട് കൂടി. അത് കാരണം 2-3 സർജറിയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ അത് കാലിനെ സംരക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ വീൽ ചെയറിലോട്ടായി. കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ഇപ്പം അത്യാവശ്യം നടക്കാൻ പറ്റും. വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാറുണ്ട്. എല്ലാം വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതെ, ഇവിടുത്തെ എല്ലാ ജോലിയും ഉമ്മ ചെയ്യാറുണ്ട് കേട്ടോ. വീൽ ചെയറിൽ ഇരുന്നിട്ട് പാത്രം കഴുകലും ഫുഡ് ഉണ്ടാക്കലും എല്ലാ കാര്യങ്ങളും നല്ല സ്മാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ മോളാണ് അല്ലേ? ഒറ്റ മോള്. ഇക്ക ഗൾഫിലാണോ? അതെ. അപ്പോൾ ഓക്കെ, എന്താ ശരിക്കും ബുദ്ധിമുട്ടുള്ളത്? മോൾക്ക് പക്വതക്കുറവാണ്. 24 വയസ്സായി. 24. ഡൗൺ സിൻഡ്രോം ആണ് അല്ലേ? അപ്പോൾ സ്ഥിരമായിട്ട് ഗുളിക എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ? സ്ഥിരമായിട്ടൊരു ഗുളിക അങ്ങനെ കഴിക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പം കഴിക്കാറുണ്ട്. പിന്നെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഓവറിയിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അത് സർജറി ചെയ്ത് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അൽഹംദുലില്ലാ. വേറെ മെഡിസിനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളോ അസുഖങ്ങളോ പനിയോ അങ്ങനെയൊക്കെ വരുമ്പോൾ മെഡിസിൻ അത് ഹോമിയോ ആണ് കൊടുക്കുന്നത് കൂടുതൽ. അല്ലാതെ അതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? അതല്ല, അങ്ങനെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുക, അങ്ങനെ വയലൻ്റ് ആവുക, അങ്ങനെ എന്താ വിഷയങ്ങളുണ്ടോ? ദേഷ്യം ഞാൻ ഉമ്മയാണല്ലോ. ഉമ്മമാരുടെ ഒത്തിരി ഫ്രീഡം കൂടുതലാണല്ലോ. അപ്പം ഉമ്മ എൻ്റെ അടുത്ത് മാത്രം ഒരല്പം ഇടയ്ക്കൊക്കെ ഒരു ചെറിയ ദേഷ്യമൊക്കെ കാണിക്കാറുണ്ട്. ഇവിടുത്തെ എല്ലായിടത്തും പൊതുവെ സ്നേഹമുള്ള ഒരു മൈൻഡാണ്. അതെ, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ ഭയങ്കര സ്നേഹമായിരിക്കും. ഭയങ്കര സ്നേഹമായിരിക്കും. നല്ല സ്നേഹമുള്ള ഒരു മനസ്സാണ്. എല്ലായിടത്തും ഭയങ്കര സ്നേഹമാണ് അവൾക്ക്. അതെ. ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അവൾ ചെയ്യാറുണ്ടോ? ക്ലീനിങ് ജോലികൾ ഏറെ കുറേ അവളാണ് ചെയ്യുന്നത്. പിന്നെ പാചകത്തിന് നമ്മൾ കൂടുതൽ അങ്ങനെ ഇതാക്കിയിട്ടില്ല. അതും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനുള്ള ഒരിതുണ്ട്. പക്ഷെ അവിടെ പഠിക്കാനൊക്കെ പോകുന്നു, ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാരണം നമുക്ക് കൂടുതൽ ടൈമും കിട്ടുന്നില്ല. അപ്പം പാചകത്തിന് കൂടുതൽ നമുക്ക് ഇത് ആയിട്ടില്ല. ക്ലീനിങ്, തൂക്കൽ, വാരൽ, പിന്നെ തുടയ്ക്കൽ, വെച്ച വലയൊക്കെ അടിപ്പ്, അങ്ങനെയുള്ള തുണി കഴുകും, പാത്രങ്ങൾ കഴുകും. എല്ലാവരുടെയും തുണികളൊക്കെ മടക്കി ക്ലിയറായിട്ട് അതാത് സ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുവയ്ക്കും. ചെയ്യുന്നത് നല്ല മൂടാണെങ്കിൽ നല്ല ക്ലിയറായിട്ട് ചെയ്യാറുണ്ട്. അല്ല, ഈ പെൺകുട്ടികൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആൾക്കാർ അങ്ങനെ ഒരു ചിന്താഗതി എനിക്കില്ല. അത് നമ്മൾ പറയുന്നല്ലോ, ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ. പിന്നെ അവക്ക് അവളുടെ കേപ്പബിലിറ്റി എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്നിട്ട് എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല. സുഖാണോ? സുഖം.
പുറത്തേക്കൊക്കെ പോവാറുണ്ടോ? ഓ ഒറ്റക്ക് പോവാറുണ്ടോ? പോവും. ഒറ്റക്ക് പോവാ? തോപ്പി പോകുമ്പോ ചേട്ടൻ. ആ അവിടെ ഒറ്റക്കാവുമല്ലോ അല്ലേ? ബസ്സിൽ കയറി പോവാ? കേറപ്പോ. ആ ബസ്സിന്റെ ബോർഡൊക്കെ വായിക്കുന്ന അറിയാം? മാജിക് പ്ലാനറ്റ്. മാജിക് പ്ലാനറ്റിലേക്ക് പോകുന്നത് അറിയാലേ? അറിയാം. അവിടെയാണോ പഠിക്കുന്നേ? ഡാൻസ്, പാട്ട്. ആ മുതുകാട് സാറിന്റെ അല്ലേ? ചെണ്ട, നിത്താറ് അതൊക്കെ അറിയോ? കീബോർഡ്, തബല അതൊക്കെ അറിയാ? ചെണ്ട അതൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? അത് ശരി. ടീച്ചർ വേണ്ട, അജിന ടീച്ചറാണ്. അജിന ടീച്ചർ ഇന്ന് ലീവാ? അല്ലെങ്കിൽ ലീവാണ് അജിന. അത് ശരി. ഉമ്മ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? അതെ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആലോചന വരട്ടെ. ഓക്കെ, ഇപ്പൊ എത്ര വയസ്സായെന്ന് പറഞ്ഞാൽ? 24 അല്ലേ? നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം? 35 വയസ്സിനുള്ളിൽ. ഒരു 35ന്റെ ഉള്ളിൽ അല്ലേ? അപ്പൊ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു ആലോചന നമുക്ക് പ്രശ്നമില്ലല്ലോ അല്ലേ? അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഉമ്മ വീൽ ചെയറിലാണ് എന്നുള്ള അറിയാലോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാകുമ്പോൾ അത് ഇവർക്ക് പിന്നെ രണ്ടുപേരെയും കൂടെ നോക്കാൻ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്, കുഴപ്പമില്ല. ജോലിക്ക് പോയിട്ട് ഓളെ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. തീർച്ചയായിട്ടും നല്ലൊരു ആലോചന മുമ്പോട്ട് വരട്ടെ. പിന്നെ ദൂരം പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? ദൂരം ഞങ്ങളുടെ വീട്ടിൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ ദൂരം വിഷയമല്ല. കാരണം ഞാനിങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളാണ്. എൻ്റെ മാതാപിതാക്കൾ പ്രായമായവരാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് പോയി സഹകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊന്നും വിഷയമാക്കാത്ത അതിനോട് സഹകരിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ ഇപ്പോൾ മോളെയും അങ്ങോട്ട് വിടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഇങ്ങോട്ട് നിൽക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പം അതിനോടൊക്കെ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ദൂരം വിഷയമല്ല. അടുത്ത് നിന്നായാലും അത്രയും സന്തോഷം. പക്ഷെ ഇതിനോടൊക്കെ സഹകരിക്കുമെങ്കിൽ ദൂരം വിഷയമല്ല. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ആത്മാർത്ഥമായിട്ട് മരണം വരെയും ചേർത്ത് പിടിക്കുന്നവർ, എല്ലാം മനസ്സിലാക്കി എല്ലാം പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ മനസ്സുള്ള ഒരാളായിരിക്കണം. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ എങ്ങനെയാണെന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ ആകാത്ത രീതിയിൽ അവളെ ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ഒരാളായിരിക്കണം. തീർച്ചയായും. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ അന്വേഷിക്കണം. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഒരാൾ വിളിക്കുമ്പോൾ അയാളുടെ പള്ളിയിലെ പേപ്പർ ക്ലിയർ ആണോ, വേറെ ഭാര്യ മക്കളുണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രമേ നിൽക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് വ്യാജന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. നിലവിൽ ഭാര്യമാരുള്ളവരും 3-4 കല്യാണം കഴിച്ചവരും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. വിവാഹം ഇങ്ങനെ ഭിന്നശേഷി മക്കളെ കല്യാണം കഴിച്ച പൈസ പറ്റിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ ആലോചിച്ച് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം. യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ എനിക്ക്. ഓക്കെ, സെൽമയ്ക്ക് എഴുതാനും വായിക്കാനും അറിയോ? വാക്കുകൾ, പേര്, അഡ്രസ്സ്, അങ്ങനെയുള്ള ചെറിയ സെൻറ്റൻസുകളൊക്കെ എഴുതും. കൂടുതൽ അങ്ങനെ എഴുതാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. വാക്കുകളൊക്കെ ഒത്തിരി സമയമെടുത്ത് വായിക്കും. ഇപ്പം +1 എക്സാം എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. സ്ക്രൈബാണ് എഴുതുന്നത്. പിന്നെ അവളിപ്പോൾ പോകുന്നത് മാജിക് പ്ലാനറ്റിലാണ്, മുതുകാട്. വിവാഹം കഴിപ്പിക്കാന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ്. നമ്മളുടെ സംസാരം ചില അക്ഷരങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. സംസാരിക്കും, കാര്യങ്ങളെല്ലാം അറിയാം. ചില അക്ഷരങ്ങൾക്ക് ഒരല്പം ക്ലാരിറ്റി കുറവാണ്. ഇപ്പോൾ നിലവിലോളം ഇങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നുണ്ട്. ക്ലാസ്സിന് പോയി വരുന്നതാണ്. ഇൻഷാല്ലാ അതൊക്കെയാണ് അവളുടെ കാര്യങ്ങൾ. അപ്പൊ കൂടുതലായിട്ട് വേറൊന്നും പറയാനില്ലല്ലോ. മാമ വേറെന്താ പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അവളെ മനസ്സിലാക്കുന്ന നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് വരട്ടെ അല്ലേ? അതിനുവേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അതെ തീർച്ചയായും. സൽമ എന്നാ പോട്ടെ, വേറൊന്നും പറയാനില്ലല്ലോ. സൽമയ്ക്ക് എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ടേ? എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ടേ? അത് മതി. കറക്റ്റ് പിയാപ്പിളിനെ വേണ്ടേ? വേണം. കല്യാണം കഴിക്കണ്ടേ? നല്ലൊരാളായിരിക്കണം അല്ലേ? എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ടേ? നല്ലൊരു പിയാപ്പിളനല്ലേ? എന്താ പറ്റിയത് അല്ലേ? പറ്റിയ ഒരാള് അല്ലേ?
പത്തില്. പന്തലെ കെട്ടണമെന്ന്. പന്തലൊക്കെ നമുക്ക് കേട്ടാ അല്ലേ? പിന്നെ ആയിക്കോട്ടെ, എന്നാ ഞാൻ പോട്ടെ. താങ്ക് യു. ഓ വെൽക്കം. അപ്പോൾ ഫ്രണ്ട്സ്, സൽമാൻ്റെ ഉമ്മയും ഉമ്മാമയും ഒക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. പിന്നെ നിങ്ങൾ വിവാഹത്തിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ അടുത്ത് പോയി കാണണം. നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇവരുടെ ഫാമിലിയോ ഒക്കെ ആയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോവുക, ഓളെ കാര്യങ്ങൾ A to Z മനസ്സിലാക്കുക. കല്യാണത്തിന് മുമ്പ് കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. വീഡിയോ കണ്ടതിൻ്റെ പേരിൽ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിലോ ഒന്നും കല്യാണം കഴിക്കേണ്ടതല്ല. നമ്മൾ കാര്യങ്ങൾ പരിപൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ കല്യാണമായിട്ട് മുമ്പോട്ട് പോകാവുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ അത് ഒരുപാട് കാലം നിലനിൽക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു 10 മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്, നമുക്കും എടുക്കുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൗൺസിലിങ് കാര്യങ്ങളൊക്കെ നേടിയതിന് ശേഷം മുമ്പോട്ട് വരിക. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര ഒരു സ്നേഹമുള്ള കുട്ടികളായിരിക്കും അവർക്ക് പിന്നെ എല്ലാത്തിനും ഓക്കെയാണ്. പക്ഷേ അവർക്കൊരു പക്വതക്കുറവും അതിൻ്റെതായ വിഷയങ്ങൾ ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ, അങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ആണ്. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്ന വിഷയമില്ല. ഒറ്റ മോളാണ്. ഉമ്മാൻ്റെ അവസ്ഥ ഉണ്ട്, ഉമ്മ വീൽ ചെയറിലാണ്, ഉപ്പ ഗൾഫിലാണ്. അങ്ങനെയുള്ളൊരു ഫാമിലിയാണ് ഇവരത്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളായാൽ അത്രയും സന്തോഷമാണ്. കാരണം ഈ വീട്ടിലൊറ്റ മോളാണ്, കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഉമ്മാൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാലോചന. ഉമ്മാൻ്റെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഒരു പാർട്ട്ണർ മോക്ക് വരിക എന്നുള്ളത് അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മളെ ഈ ചാനൽ വഴി സാധിച്ചു കൊടുക്കാൻ പറ്റിയ അത്രയും സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. അങ്ങനെയുള്ള ഒരാൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടെത്തി കൊടുക്കണം, നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റാളുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.